ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കപ്പിൾ നോമാഡില്ല, സിംഗിൾ നോമാഡാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലുള്ളത്. ആക്ച്വലി ഞാൻ നാട്ടിൽ വന്നത് എനിക്ക് കുറച്ച് ആവശ്യങ്ങളും പിന്നെ എൻ്റെ വിസ റിന്യൂ ഒക്കെ ചെയ്യണം. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം ഞാൻ വന്ന വിവരം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് മാത്രം അറിയാം, നാഫിക്ക് അറിയായിരുന്നു. നാഫിനോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതൊന്നുമല്ല, പക്ഷെ നാട്ടിൽ വന്ന് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് കുറേ റീൽസൊക്കെ ഷെയർ ചെയ്ത് ലാസ്റ്റ് ഓളെന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നിക്കീനെ സർപ്രൈസ് ചെയ്യാൻ പോയി. അപ്പോൾ ഓളെ സർപ്രൈസ് ചെയ്യാൻ പോയപ്പോൾ നല്ല അടിപൊളി റിയാക്ഷൻ വീഡിയോ ഒക്കെ കിട്ടി. പക്ഷെ ഓള് വീട്ടിലായതുകൊണ്ട് തന്നെ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണുള്ളത്. അപ്പോൾ അതൊന്നും ആ ക്ലിപ്സൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ നാദാപുരം പോയിട്ട് പാച്ചീനെ സർപ്രൈസ് ചെയ്തു. അപ്പോൾ പാച്ചീനെ സർപ്രൈസ് ചെയ്തതിൽ കുറേ പ്ലാൻ ചെയ്തതാക്കിയതൊക്കെ നാഫിയാണ് പാച്ചീനെ നാദാപുരം എത്തിച്ചല്ലോ. അപ്പോൾ ഓളൊരു അടിപൊളി വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റാൻഡായിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെ എൻ്റെ ഫോണിൽ ഒന്നാമത് ഈ സ്റ്റോറേജ് ഇല്ലാത്ത പ്രശ്നം കൊണ്ട് ഞാൻ അന്ന് എടുത്ത കുറേ ക്ലിപ്സൊക്കെ ഇപ്പം തന്നെ ഡിലീറ്റ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻട്രോ പോലെ പറഞ്ഞിട്ട് ആ ക്ലിപ്സും കൂടെ വെച്ചിട്ട്, കാരണം ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ അങ്ങനെ വരുന്നതിന് മുമ്പ് ഐ ഡു ഹാവ് എ പ്ലാൻ, ഇവരെ സർപ്രൈസ് ചെയ്യണം, ഇവരെ റിയാക്ഷൻ എടുക്കണം എന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ വന്ന് അത്രയും എക്സൈറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് നിക്കീനെ കാണാൻ വേണ്ടിയിട്ട് കുറ്റിയാടി പോയത്. ഒക്കെ ഒരു ക്ലൂ ഇല്ലേനു, ഒരു ഐഡിയ ഇല്ലേനു. കാരണം ഞാൻ അന്ന് രാവിലെ വരെ ഭയങ്കര റാൻഡമായിട്ട് ഇന്ന് ഫ്രീ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി കോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടിലുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ കൺഫേം ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ ഓളെ റിയാക്ഷൻ ആണെങ്കിലും ഭയങ്കര പ്രൈസ്ലെസ്, ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്ക് എപ്പോഴും കാണാനും ഓർമ്മിക്കാനും പറ്റിയിട്ടുള്ളൊരു നല്ല ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാച്ചീൻ്റെത് ഇത് കഴിഞ്ഞിട്ട് ഒരാളും കൂടെ ഉണ്ട്. ആളെ ഞാൻ നാളെ പോയിട്ട് സർപ്രൈസ് ചെയ്യും. ഇനി അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഞാൻ ആ ക്ലിപ്പും കൂടി ഇതിലെല്ലാം ആഡ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഇതെനിക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ സംഭവമായിരിക്കും. കാരണം എനിക്കിത് ഓരിങ്ങനെ പോയി കാണണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം, പിന്നെ ഓരിക്കിങ്ങനെ ഒരു സർപ്രൈസ് കിട്ടിയ ഓരോ ഇതൊക്കെ കൂടെ ഭയങ്കര ഒരു അടിപൊളിയാണ്. നമുക്കിത് വെരി ക്ലോസ് ടു അവർ ഹാർട്ട്. എന്തായാലും വീഡിയോ കാണാം. ഓക്കെ. ഞാൻ സ്റ്റാൻഡിൽ ആയതുകൊണ്ട് ബസ് ഇറക്കി ഗൈസ്. അപ്പോൾ അപ്പൊക്ക് നോക്കാം. അയ്യോ, എക്സാം എഴുതുമ്പോൾ അതൊരു നെഞ്ഞെടുപ്പ് വരുന്നു. ഇവിടെ ആൾക്കാരുടെ നിന്ന് വീഡിയോ എടുക്കലും പിന്നെ പ്രത്യേകിച്ചിട്ട് പറഞ്ഞിട്ടെടുക്കലും തീരെ നടക്കൂല. എനിക്ക് വറക്കുന്നു. സൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞൂടെ, എന്നാലും ട്രൈ ചെയ്തോക്കാം. നമ്മൾ റോഡ് സൈഡിലാണ്. ഇൻട്രോവേർട്ടുകളായ എക്സ്ട്രോവേർട്ട് പറ. ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് വരുന്നത്. ഫാൻസോ? അത് നമ്മൾ ഓളെ ലക്നൗസിലെ നിർത്തിയില്ല. ഞാൻ വെച്ച് ഞാൻ ഉപ്പാക്കതായിട്ടെടുത്ത്. ആ പറ. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരുന്നതാ. ഞാൻ പകുതി ഉറക്കത്തിലായിരുന്നുള്ളൂ. അന്നേരം ഇന്നെ കണ്ടത്. ഞാൻ വിചാരിച്ചു ശരിക്കും ഞാൻ സ്വന്തത്തിലാണ്.